നമ്മൾക്ക് സത്യം പറഞ്ഞ സിനിമ അത്ര ഇപ്പോൾ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. നമ്മളൊരു ബാഹുബലിയെല്ലാം പ്രതീക്ഷിച്ചിട്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ ടേസ്റ്റ് വേറെയാണ്. ജീവിക്കാൻ കഷ്ടപ്പെടുന്ന മരുഭൂമിയിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്നവരുടെ കഥയാണ്. അകത്ത് ഞങ്ങൾ കരഞ്ഞോ, ഭയങ്കര ഒരു മൂവി. ഒരു പൃഥ്വിരാജിൻ്റെ ഓസ്കർ കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. കണ്ടപ്പോൾ രണ്ട് നജീബും അത്രയും ടച്ച്. ആടുജീവിതം ജീവിതം തന്നെയാണ്. അടിപൊളി പടം വരുന്നു, നല്ല പടം വരുന്നു. കൊള്ളായിരുന്നു, നല്ല സിനിമയാണ്. നല്ല അഭിപ്രായം, നല്ല പൃഥ്വിരാജിൻ്റെ ഡെഡിക്കേഷനൊക്കെ അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു, കൊള്ളാം. പടത്തെക്കുറിച്ച് നല്ല അഭിപ്രായം. പൃഥ്വിരാജ് സുകുമാരൻ നല്ല ആക്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ കൊള്ളാം. ആടുജീവിതം ജീവിതം തന്നെയാണ്. ജീവിച്ചിരിക്കുകയാണ് പൃഥ്വിരാജ്. അടിപൊളിയായിട്ട് എടുത്തിട്ടുള്ള പ്ലസിയുടെ സംവിധാനം സൂപ്പറാണ്. നല്ല പടം, സൂപ്പർ. വളരെ വളരെ ഇമോഷണൽ ആയിട്ടൊരു മൂവിയാണ്. എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ് ആയിരിക്കും. പൃഥ്വിരാജിൻ്റെ ഓസ്കർ കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. നോവൽ വായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ്. പക്ഷെ അതിനെക്കാട്ടി നമുക്ക് നേരിട്ട് കാണുമ്പം ശരിക്കും ഒരു എന്താ പറയുക, ഒരാൾക്ക് ഇത്രയും ഒരു ചലഞ്ചസ് ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാവുന്ന ഇതിലൂടെയാണ്. അല്ല, ഒന്നും പറയല്ല. ടച്ചിങ്, ഇപ്പോഴും ഇമോഷണലിരിക്കുന്നു. അതെ അതെ, അകത്ത് ഞങ്ങൾ കരഞ്ഞോ. ഭയങ്കര ഒരു മൂവി, ഒരു ഭയങ്കര മേക്കിംഗ് ആണ്. സൂപ്പർ പടം. ജീവിതം എന്ന് പറയുന്ന മരുഭൂമിയിലെ ജീവിതം കഷ്ടപ്പാടാണ്. ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും മലയാളികൾക്ക്. സൂപ്പർ പടം ആണ്. സത്യം കരഞ്ഞുപോയി. ഇറങ്ങാൻ പറ്റില്ല. ജീവിക്കാൻ കഷ്ടപ്പെടുന്ന മരുഭൂമിയിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്നവരുടെ കഥയാണ്. സൂപ്പർ പടം. അടിപൊളിയായിരുന്നു. അല്ലെ, ബ്യൂട്ടിഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു കഥയെ ഇത്രയും അടിപൊളിയായിട്ട് സ്ക്രീനിൽ കാണിക്കണമെങ്കിൽ അത് ഡയറക്ടർ ബ്രില്യൻസ് തന്നെയാണ്. പിന്നെ ആക്ടറിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. അസാധ്യ അഭിനയമായിരുന്നു. ആ ട്രാൻസ്ഫോർമേഷനും എല്ലാം ഭയങ്കര അടിപൊളി. പൃഥ്വിരാജ് കലക്കി. നല്ല സിനിമയായിരുന്നു. വളരെ നല്ല സിനിമയായിരുന്നു. പൃഥ്വിരാജിന് അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾക്ക് സത്യം പറഞ്ഞ സിനിമ അത്ര ഇപ്പോൾ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. കാരണം നമ്മുടെ ടേസ്റ്റ് വേറെയാണ്. ലാഗൊന്നുമില്ല, ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളൊരു സാധാരണ ഒരു സിനിമേൻ്റെ അകത്തുനിന്ന് ഇപ്പം ഒരു 3 മണിക്കൂർ നമ്മളെങ്ങനെ ചിലവിടണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ ആ ഒരിത് ഇല്ല. അത്രയേ ഉള്ളൂ. നമ്മളൊരു ബാഹുബലിയെല്ലാം പ്രതീക്ഷിച്ചിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ ഒരിതില്ല. പക്ഷെ ഒരു റിയൽ സ്റ്റോറി എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും അതിന് കുറ്റം പറയാൻ പറ്റുന്നുള്ളൊരു വളരെ നല്ല സിനിമയാണ്. സീൻ മരുഭൂമി ആ ഒരു തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എവിടെ ഒരു ലാഗ് അനുഭവപ്പെടുന്നു. അത്രയേ ഉള്ളൂ. അതാണ് നെഗറ്റീവായിട്ട് തോന്നുന്നത്. വേറെ നെഗറ്റീവ് കുഴപ്പമൊന്നുമില്ല. അടിപൊളി പടം. ഫീല് സാധനം ഒന്നും പറയാനില്ല. പൃഥ്വിരാജ് രക്ഷയില്ലാത്ത അഭിനയം. നല്ല സിനിമയാണ്. എല്ലാവരും വന്ന് കാണണം. ആ ഫീല് കണ്ടു കഴിഞ്ഞാൽ അടിപൊളി വൈബാണ്. വാക്കുകളില്ല പറയാൻ. എന്താ പറയുക, കഥ വായിച്ചിട്ടുണ്ട്. പക്ഷെ കണ്ടപ്പോൾ രണ്ട് നജീബും അത്രയും ടച്ച്, ഹാർട്ട് ടച്ച്. അടിപൊളി സിനിമ. കരഞ്ഞു പോയി ലാസ്റ്റ് ഭാഗം കണ്ടപ്പോൾ. അടിപൊളി സിനിമ, നല്ല സിനിമ. പൃഥ്വിരാജിന് നാഷണൽ അവാർഡ് കിട്ടുന്ന ഉറപ്പുണ്ട് ഈ സിനിമ കാണുമ്പോൾ. നല്ല ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ക്ലൈമാക്സ് എല്ലാം നല്ലുണ്ട്. ഇല്ല, ഞാൻ വായിച്ചിട്ടില്ല. ഉണ്ട്. അടിപൊളി അടിപൊളി. അത്രയില്ല, പറയുന്നില്ല. അടിപൊളിയാണ്. എല്ലാവരും വന്ന് കാണുക. ഇല്ല, അവിടെ കളരിന് ചാമ്പ്യൻഷിപ്പിന് വന്നതായിരുന്നു. അന്നേരം കണ്ട സിനിമ. ഇല്ല, സങ്കടം വന്നേ. സൂപ്പർ സിനിമ. പിന്നെ നല്ല അഭിപ്രായം പറയാൻ പറ്റും. പൃഥ്വിരാജിനെ കൊണ്ട് സൂപ്പർ ആണ്. നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമ. വളരെ നല്ല പ്രകടനമായിരുന്നു. പൃഥ്വിരാജിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു പടമായിരുന്നു. പിന്നെ ബ്ലസ്സി ഇത്രയും വർഷത്തെ കഷ്ടപ്പാടല്ലായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്.